ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള റാഗിപ്പൊടി വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ റാഗിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ ഡ്രിങ്ക് അതനുസരിച്ച് നമുക്ക് പൊടി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ടൊന്ന് നമുക്ക് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ റാഗിപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ നമ്മൾ റാഗിയൊക്കെ വാങ്ങിച്ച് ഉണക്കി കഴുകി ഉണക്കി പൊടിച്ചെടുത്താണ് കേട്ടോ. നമ്മൾ കഴിവതും അങ്ങനെ തന്നെ റാഗി വാങ്ങിച്ച് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. കാരണം നമ്മൾ കടയിൽ നിന്ന് പൊടി വാങ്ങിക്കുകയാണെങ്കിൽ അതിനകത്ത് എത്രത്തോളം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല. കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അവർ എത്രത്തോളം അത് ക്ലീൻ ചെയ്തിട്ടാണ് പൊടിച്ചെടുക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ കഴിവതും നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ റാഗി വാങ്ങിച്ചിട്ട് കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. മിക്കവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്തിരിക്കുന്ന റാഗി ഇതുപോലൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഞാനിത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് കുറുക്കിയെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടാൽ ചിലപ്പോൾ അടിക്കൊക്കെ പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്കിത് കുറുക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെക്കുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ ടൈറ്റായിട്ട് ഒന്നുകൂടി നമ്മുടെ ഈ റാഗി കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും കുറുകുമ്പോൾ തന്നെ നമ്മളൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ എന്താ ഞാനിത് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ കുറച്ചുകൂടെ ഇത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഴമാണ്. അപ്പം പഴം ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ പഴമില്ല, ഏത്തപ്പഴമാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴം വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഏത്തപ്പഴം യൂസ് ചെയ്യേണ്ട, പഴം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹമുള്ളവർ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഈന്തപ്പഴമാണ്. ഒരു 5 എണ്ണം ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 ബദാമും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം ചേർക്കുന്നുണ്ട്. ഇനി ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഡ്രിങ്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. റാഗിക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ കൊളസ്ട്രോള് ഷുഗർ ഒക്കെ നോർമൽ ഉള്ളവർക്കൊക്കെ അതൊക്കെ നോർമൽ ആവാനും, അതുപോലെ തന്നെ രക്തക്കുറവുള്ളവർക്ക് രക്തം ഉണ്ടാവാനും, വണ്ണമൊക്കെ ഉള്ളവർക്ക് വണ്ണം കുറയ്ക്കാനും, നിറം കൂട്ടാനും ഒക്കെ നല്ലൊരു എന്താ പറയുക ഗുണമുള്ള ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒന്നാണ് കേട്ടോ നമ്മുടെ റാഗി എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും കഴിക്കുന്നതുമായിരിക്കും. ഇനി ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നമ്മുടെ റാഗിയുടെ ജ്യൂസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഡ്രിങ്ക്. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്